കൂപ്പകരങ്ങളോടെ യൽത്താരയിലേക്ക് എഴുന്നള്ളി വരുന്ന ദിവികാരൻ ഈശോയെ തുറന്ന ഹൃദയത്തോടെ, തുറന്ന മനസ്സോടെ നമുക്ക് സ്വീകരിക്കാം. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ ഇതാ യൽത്താരയിൽ അപ്പമായി കടന്നു വരുന്ന സ്വർഗീയ നിമിഷങ്ങൾ. കർത്താവേ, ഞങ്ങളുടെ സ്വപ്നങ്ങളിലേക്കും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളിലേക്കും നീ ഇറങ്ങി വരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ആരാധനയുടെ ഗാനമാലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം സ്വീകരിക്കാം. യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആബാ പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാം യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ൃഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ൃഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്ക് ആരാധന. ആരാധന 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 അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി. ഇതാ ജീവിക്കുന്ന കർത്താവ് യൽത്താരയിലുണ്ട്. സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു ദൈവം യൽത്താരയിലുണ്ട്. നിന്നെ വീണ്ടെടുക്കാനും നിന്നെ വിശുദ്ധീകരിക്കാനും നിന്നെ സ്വന്തമാക്കാനും കഴിയുന്ന ഒരു കർത്താവ് യൽത്താരയിലുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ ദിവ്യകാരുണ്യ ഈശോ. ആ കർത്താവിനെ നോക്കി നമുക്കൊരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വളരെ ശാന്തമായി ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് ചെലവഴിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ പോലും അറിയുന്നൊരു കർത്താവിൻ്റെ മുമ്പിലാണ്. ആ സാന്നിധ്യം നമ്മളെ വിശുദ്ധീകരിക്കുന്ന സാന്നിധ്യമാണ്. ആ സാന്നിധ്യം നമ്മളെ തലോടുന്ന സാന്നിധ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു തരാൻ കഴിവുള്ള സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ് മക്കളിൽ നിങ്ങളായിരിക്കുന്നത്. നിന്റെ എല്ലാ അവസ്ഥകളിലേക്കും കടന്നു വരാൻ ഈ കർത്താവിന് പറ്റും. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ അവരോടുകൂടെ ഇറങ്ങി
സമതലത്തിൽ വന്നു നിന്നു. അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. ഇതാ, ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് നമ്മിൽ ഒരുവനായി തീർന്ന കർത്താവ് സമതലത്തിൽ, എന്റെയും നിങ്ങളുടെയും തലത്തിലേക്ക് ഇറങ്ങി വന്ന് ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന നിമിഷങ്ങൾ. എന്റെ വേദനകൾ അറിയാൻ, എന്റെ സങ്കടങ്ങൾ അറിയാൻ, എന്റെ നൊമ്പരങ്ങൾ അറിയാൻ അവൻ എന്റെ രൂപം സ്വീകരിച്ചു. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും അവൻ നമ്മെ പോലെ സമനായിരുന്നു, പാപമൊഴികെ ബാക്കിയെല്ലാറ്റിനും നമ്മളെ പോലെ സമനായിരുന്നു. അതുകൊണ്ട് വേദനിക്കുന്നവരുടെ വേദന മനസ്സിലാക്കാൻ ഈശോയ്ക്ക് പറ്റും. സങ്കടപ്പെടുന്നവരുടെ സങ്കടം മനസ്സിലാക്കാൻ ഈശോയ്ക്ക് പറ്റും. തകർക്കപ്പെട്ട ജീവിതങ്ങളുടെ വേദനകൾ മനസ്സിലാക്കാൻ ഈശോയ്ക്ക് പറ്റും. മുറിവേറ്റ മനസ്സുമായി കഴിയുന്നവരെ മനസ്സിലാക്കാൻ ഈശോയ്ക്ക് പറ്റും. കാരണം എന്താ? എന്റെ തലത്തിലേക്ക് എന്റെ കർത്താവ് ഇറങ്ങി വന്നു. ഞാൻ കടന്നുപോകുന്ന സകല വേദനകളും, ഞാൻ ഇന്ന് കടന്നുപോകുന്ന സകല നൊമ്പരങ്ങളും എനിക്ക് മുമ്പേ കടന്നുപോയൊരു കർത്താവ് ഈ അൾത്താരയിലുണ്ട്. മോളെ, നിന്റെ വേദനയുണ്ടല്ലോ, അത് ഈശോയ്ക്കറിയാം. മോനെ, നീ ഇപ്പോൾ കടന്നു പോകുന്ന സങ്കടമുണ്ടല്ലോ, അത് ഈശോ കടന്നുപോയതാ. തിരസ്കരിക്കപ്പെട്ടതിന്റെ വേദന പേറുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. ആരുമില്ല നിങ്ങളെ മനസ്സിലാക്കാൻ, ആരുമില്ല നിങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ, ആരുമില്ല നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ. എന്നൊക്കെയുള്ള ജീവിതത്തിന്റെ സങ്കടങ്ങള് മനസ്സുകൊണ്ടെങ്കിലും ഉറക്കെ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളുണ്ടാകാം. മക്കളെ, നമ്മെ പോലെ തിരസ്കരിക്കപ്പെട്ട ഒരു കർത്താവുണ്ട്. അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, അവർ അവൻ അറിഞ്ഞില്ല, സ്വീകരിച്ചില്ല എന്നല്ലേ യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ തന്നിൽ വിശ്വസിച്ചവർക്കും തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള അവകാശം അവിടുന്ന് നൽകി. എന്നാൽ സ്വജനത്തിന്റെ അടുത്തേക്ക് അവൻ ഇറങ്ങി വന്നപ്പോ അവർ അവനെ സ്വീകരിച്ചില്ല, തിരസ്കരിച്ചു കളഞ്ഞു. ഈ തിരസ്കരിക്കപ്പെട്ടതിന്റെ വേദന പേറുന്ന എത്രയോ മക്കൾ ഇതിനകത്തുണ്ടാകാം. സ്വന്തം മാതാപിതാക്കളാൽ തിരസ്കരിക്കപ്പെട്ട മക്കള്, സ്വന്തം മക്കളാൽ തിരസ്കരിക്കപ്പെട്ട വേദന പേറുന്ന മാതാപിതാക്കള്, സ്വന്തം ജീവിത പങ്കാളിയാൽ വഞ്ചിക്കപ്പെട്ടതിന്റെയും തിരസ്കരിക്കപ്പെട്ടതിന്റെയും വേദന പേറുന്നവര്, സ്വസഹോദരങ്ങളിൽ നിന്നും ഇതുപോലുള്ള സമാനമായ മുറിവുകൾ സ്വന്തമാക്കേണ്ടി വന്നവര്, ദൈവമേ, വേദനിച്ച ഇന്നലകളുടെ അനുഭവങ്ങള്, ചേർത്ത് നിർത്തിയവര്, തള്ളിക്കളഞ്ഞ അനുഭവങ്ങള്, ചേർന്ന് നിന്നവര്, അകന്നുപോയ ജീവിതത്തിന്റെ ഭാരം, ഇതൊക്കെ പേറുന്ന മക്കള് ഈശോയെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടാകും. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവേ, ഞങ്ങളുടെ തലത്തിലേക്ക് കടന്നു വന്ന കർത്താവേ, ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന വേദന എന്താണെന്ന് ഈശോയെ നിനക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന എന്റെ ദുഃഖം എന്താണെന്ന് ഈശോയെ നിനക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞിട്ട് എന്റെ ഭവനത്തിൽ ആർക്കും മനസ്സിലാകുന്നില്ല. എന്റെ വേദനകളൊന്ന് പങ്കുവെക്കാൻ എനിക്കൊരിടമില്ല. എന്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞിട്ട് എന്റെ ജീവിത പങ്കാളിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റണില്ല. എന്റെ അപ്പനോടും എന്റെ അമ്മയോടും എന്റെ സങ്കടങ്ങൾ ഓരോന്നും ഞാൻ പങ്കുവെച്ചിട്ടും അവർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റണില്ല. എന്റെ മക്കളോട് എന്റെ ഹൃദയത്തിന്റെ, എന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞിട്ട് അവർക്കത് കേൾക്കാൻ പോലും സമയമില്ല. എന്റെ കർത്താവേ, അതുപോലെ അവഗണിക്കപ്പെട്ടതിന്റെ, ചതിക്കപ്പെട്ടതിന്റെ, വഞ്ചിക്കപ്പെട്ടതിന്റെ ഓർമ്മയും പേറിക്കൊണ്ട ഇതാ ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈശോയെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. നീയും വഞ്ചിക്കപ്പെട്ടവനാണല്ലോ, ചുംബിച്ചുകൊണ്ടാണല്ലോ കൂടെ നടന്നവൻ നിന്നെ വഞ്ചിച്ചത്. നീയും ഒറ്റിക്കൊടുക്കപ്പെട്ടവനാണല്ലോ, നീയും തള്ളി പറയപ്പെട്ടവനാണല്ലോ. ദൈവമേ, കൂടെ നടന്നിട്ട് പരിചാരികയുടെ മുമ്പിൽ തള്ളി പറയപ്പെട്ടവനാണല്ലോ നീ. ഈശോയെ, ഞങ്ങളുടെ വേദനകൾ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾ കടന്നു പോകുന്ന ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾ നിനക്കറിയാൻ പറ്റും. ഈശോയെ, വേറെ ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതാ, അതുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് ഞങ്ങളുടെ വേദനകൾ ഇറക്കി വെക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങളിൽ ബാക്കി ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ വലിയ ഗണവും അവന്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി
യൂദയ, ജെറുസലേമിൽ എന്നിവിടങ്ങളിൽ നിന്നും ടൈർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്ന് വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചുകൂടി. ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും തമ്പുരാനെ, ഇതാ നിന്നെ ആരാധിക്കുന്ന മക്കളാണ് ഇവര്. ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ നിന്ന് തമ്പുരാനെ നിന്നെ ആരാധിക്കാൻ ഒരുമിച്ച് കൂടിയ മക്കളാണ്. നിന്റെ സ്നേഹത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെട്ട മക്കളാണ് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, പക്ഷേ നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ ഐക്യപ്പെട്ടവരാണ്. നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർക്കപ്പെട്ടവരാണ്. നിന്നെ ആരാധിക്കാൻ ഒരുമിച്ച് കൂടിച്ചേർന്ന ജനതയാണ് ഞങ്ങൾ. കർത്താവേ, നിന്റെ സ്നേഹസ്പർശനം അനുഭവിക്കുന്നതിന്, നിന്നിൽ നിന്നും രോഗശാന്തി നേടുന്നതിന്, നിന്റെ സുഖപ്പെടുത്തുന്ന കരവും നിന്റെ ആശ്വസിപ്പിക്കുന്ന കരവും ഞങ്ങളുടെ മേൽ നീട്ടാൻ വേണ്ടി വലിയ ആഗ്രഹത്തോടെ, വലിയ ദാഹത്തോടെ ഒരുമിച്ച് കൂടിയ മക്കളാണ് ഞങ്ങൾ. ദൈവമേ, നിന്റെ ആശ്വസിപ്പിക്കുന്ന കരം ഞങ്ങളുടെ മേൽ ഇപ്പോൾ വെക്കണമേ. നിന്റെ സാന്ത്വനിപ്പിക്കുന്ന കരം ഞങ്ങളുടെ മേൽ ഇപ്പോൾ നീട്ടണമേ. സൗഖ്യം തരുന്ന കരം തമ്പുരാനെ, നിന്റെ ആ മുറിവേറ്റ കരമുണ്ടല്ലോ, അത് ഈ മക്കളുടെ മേൽ ഇപ്പോൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുറിയപ്പെട്ട മക്കളാണ് ഞങ്ങള്. ഇന്നലകളുടെ മുറിവേറ്റ ഓർമ്മകളും ഞങ്ങളുടെ മനസ്സിലുണ്ട്. സൗഖ്യം കിട്ടാത്ത മനസ്സിന്റെ മുറിവേറ്റ ഓർമ്മകളുമായി സഞ്ചരിക്കുന്നവരാണ് ഞങ്ങള്. കർത്താവേ, നിനക്ക് മാത്രമേ ഞങ്ങളുടെ ഇന്നലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞങ്ങളെ സുഖപ്പെടുത്താൻ പറ്റൂ. കാരണം നീ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണല്ലോ. കർത്താവേ, നിന്റെ മുറിവേറ്റ കരം ഞങ്ങളുടെ മേൽ വെക്കണമേ. ആ മുറിവിൽ നിന്നൊഴുകുന്ന രക്തം ധാരധാരയായി ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ ഒഴുകിയിറങ്ങട്ടെ. കർത്താവേ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ മനസ്സ്, ഞങ്ങളുടെ വൈകാരികത, ഞങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഇപ്പോൾ കഴുകണമേ. കർത്താവേ, ഞങ്ങളുടെ മുറിവുകൾക്ക് സൗഖ്യം തരണമേ. കർത്താവേ, അതുപോലെ സങ്കടങ്ങളുണ്ട്, അതുപോലെ വേദനകളുണ്ട്, അതുപോലെ കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും, കൂടെയുള്ളവരിൽ നിന്ന് പോലും കർത്താവേ, അതുപോലെ തിക്താനുഭവങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന അനുഭവത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഈശോയെ, നീ ഞങ്ങളെ സ്പർശിക്കണമേ. കർത്താവേ, നീ ഞങ്ങളെ തൊടണമേ. നീ ഒന്ന് തൊട്ടാൽ ഞങ്ങൾക്ക് സൗഖ്യം കിട്ടുമെന്ന് ഉറപ്പാണ്. നീ തൊട്ടാലേ ഞങ്ങൾക്ക് സൗഖ്യം കിട്ടൂ. അനേകരുടെ കൂടെ ഇരുന്നിട്ടും അനേകരോട് ഞങ്ങളുടെ സങ്കടങ്ങൾ പങ്കുവെച്ചിട്ടും ഈശോയെ, ഞങ്ങൾക്ക് ഇന്ന് വരെ സൗഖ്യം കിട്ടിയിട്ടില്ല. ഒരാശ്വാസം കിട്ടി പോരാ, ഞങ്ങൾക്ക് സൗഖ്യം വേണം. കർത്താവ്, ഞങ്ങൾക്ക് സൗഖ്യം വേണം. സൗഖ്യമുള്ളവരെ പോലെ ആത്മീയ ആനന്ദത്തിൽ, സ്വാതന്ത്ര്യത്തിൽ മുന്നോട്ട് പോകണം ഞങ്ങൾക്ക്. കർത്താവേ, നിന്റെ മുറിവേറ്റ കരം വെച്ച് ഞങ്ങൾക്ക് സൗഖ്യം തരണമേ. മക്കളെ, ഞങ്ങളുടെ വേദനകള്, സങ്കടങ്ങള്, സംഘർഷങ്ങള്, കണ്ണുനീരും നൊമ്പരങ്ങളെല്ലാം ഈശോയിലേക്ക് കൊടുക്കുക. ഈശോയോട് പറ, കർത്താവേ, നീ എന്നെ സുഖപ്പെടുത്തണമേ. പുറപ്പാട് 15:26 വചനം പറയുന്നില്ലേ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന്. കർത്താവേ, ഞങ്ങളത് വിശ്വസിച്ചേറ്റെടുക്കുന്നു. 1 പത്രോസ് 2:24 വചനം പറയുന്നില്ലേ, അവന്റെ മുറിവിനാൽ സൗഖ്യമുണ്ടെന്ന്. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, നിന്റെ മുറിവിലാണ് ഞങ്ങൾക്ക് സൗഖ്യമുള്ളതെന്ന്. ഞങ്ങളുടെ മുറിവുകൾക്ക് സൗഖ്യം നിന്റെ തിരുമുരാവിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചെറുതും വലുതുമായ മുറിവുകൾക്ക് സൗഖ്യം നിന്റെ തിരുമുറിവിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യെശയ്യാ 53:5 മുതലുള്ള വചനങ്ങളിൽ നീ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നില്ലേ, നിന്റെ ക്ഷതങ്ങളാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന്. കർത്താവേ, നീ മുറിയപ്പെട്ടത്, നീ ക്ഷതമേറ്റത് ഞങ്ങൾക്ക് സൗഖ്യം തരാൻ വേണ്ടിയിട്ടാണല്ലോ. നിന്റെ ക്ഷതങ്ങളാൽ സൗഖ്യം പ്രാപിച്ചവരാണല്ലോ ഞങ്ങൾ. കർത്താവേ, ആ മുറിവിലേക്ക് ഇതാ ഞങ്ങളുടെ വേദനകളെ, മുറിവുകളെല്ലാം ചേർത്ത് വെക്കുന്നു. സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണുകൾ തുറന്ന് കർത്താവിലേക്ക് നോക്കാം. ഇതാ കർത്താവിന്റെ അടുത്ത് വന്ന ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് വന്നവരാണ് നമ്മൾ. വചനം പറയുന്നത് എന്നാണെന്നറിയാവോ? ജനങ്ങളെല്ലാം അവരെ സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു, എന്നാൽ അവരിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തി. ഇതാ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി പുറപ്പെടുന്ന സമയം. മക്കളെ, നമ്മളെല്ലാവരും സൗഖ്യം പ്രാപിക്കുന്ന സമയം ഇതാണ്. ഈ സാന്നിധ്യത്തിന് മാത്രമേ മോളെ നിന്നെ സുഖപ്പെടുത്താൻ പറ്റൂ. ഈ സാന്നിധ്യത്തിന് മാത്രമേ മോനെ നിന്നെ സുഖപ്പെടുത്താൻ പറ്റൂ. ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും നിനക്ക് കിട്ടാത്ത സൗഖ്യം ഈ ദിവ്യകാരുണ്യത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ നിനക്ക് കിട്ടും. ലോകത്തിൽ ആർക്കും തരാൻ പറ്റാത്ത സൗഖ്യം നിന്റെ മുറിവുകൾക്ക് കർത്താവിന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരിച്ചോരയ്ക്ക് തരാൻ പറ്റും. ഈശോയെ, എന്നെ നീ സുഖപ്പെടുത്തണമേ എന്നെല്ലാ മക്കളും പ്രാർത്ഥിക്കുക. എന്റെ മനസ്സിന് സൗഖ്യം തരാൻ പറ.
എൻ്റെ ഓർമ്മകൾക്ക് സൗഖ്യം തരാൻ പറ. എൻ്റെ ജീവിതത്തിന്റെ സകല സങ്കടങ്ങളും യേശുവേ നീ ഏറ്റെടുത്ത് സൗഖ്യം തരാൻ പറ. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ മുറിവേറ്റ ഓർമ്മകൾക്ക് നീ സൗഖ്യം തരണമേ. ഞങ്ങളുടെ നൊമ്പരങ്ങൾക്ക് നീ സൗഖ്യം തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയ എല്ലാ സങ്കടങ്ങൾക്കും നീ സൗഖ്യം തരണമേ. അവഗണിക്കപ്പെട്ടതിന്റെ ഓർമ്മകളുണ്ട്, തിരസ്കരിക്കപ്പെട്ടതിന്റെ ഓർമ്മകളുണ്ട്, വഞ്ചിക്കപ്പെട്ടതിന്റെ, ചതിക്കപ്പെട്ടതിന്റെ ഒക്കെ ഓർമ്മകളുണ്ട്. പറയാത്ത കാര്യങ്ങൾ ഞങ്ങളെ കുറിച്ച് പറഞ്ഞു വരുത്തിയതിന്റെ സങ്കടങ്ങൾ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സിന്റെ ഉടമയാണ് കർത്താവേ. സൗഖ്യം തരണമേ, സൗഖ്യം തരണമേ ഈശോയെ, സൗഖ്യം തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന ആരാധന. കർത്താവേ ഈശോയെ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ മാറോട് ചേർത്ത് കണ്ണു തുറന്ന് ദിവ്യകാഠത്തിലേക്ക് നോക്കി എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. സ്നേഹമേ ഈശോയെ, മാതാവിനേക്കാളും സ്നേഹിക്കും സ്നേഹമേ, ചാരയണഞ്ഞിടുന്നു എൻ്റെ കർത്താവേ, നിന്റെ പാദം വണങ്ങിടുന്നു. ഈശോ, പിളർന്നൊരു സ്നേഹമേ, മാതാവിനേക്കാളും സ്നേഹിക്കും സ്നേഹമേ, ചാരയണഞ്ഞിടുന്നു. നിന്റെ പാദം വണങ്ങിടുന്നു. എനിക്ക് വേണ്ടി നീ നിന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത ക്ഷതങ്ങൾ, മുറിവുകൾ, കർത്താവേ, അതെനിക്ക് സൗഖ്യം തരാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. ഞങ്ങൾ സൗഖ്യമുള്ളവരെ പോലെ ജീവിക്കണമെന്നാണല്ലോ ഈശോ നീ ആഗ്രഹിക്കുന്നത്. മുറിവേറ്റ മനസ്സുമായി ഞങ്ങൾ ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നീ കാൽവരിയുടെ നെറുകയിൽ ഇഞ്ചിഞ്ചായി മരിക്കാൻ അവസാനത്തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചിന്തി കർത്താവ് മരിച്ചത്. മക്കളെ, നമ്മൾ സൗഖ്യമുള്ളവരായി ജീവിക്കാൻ വേണ്ടി. ഈശോയെ, കൂട്ടായ്മയിൽ ക്ഷമിക്കാൻ പറ്റാത്ത മക്കളുണ്ട്, സ്നേഹിക്കാൻ വിസമ്മതിക്കുന്ന മക്കളുണ്ട്, വെറുപ്പും വിദ്വേഷമൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന മക്കളുണ്ട്, പ്രതികാര ചിന്തയോടെ കടന്നു പോകുന്ന മക്കളുണ്ട്. കർത്താവേ, ജീവിതത്തിന്റെ നിരാശയിലേക്കും ആകുലതകളിലേക്കും ആത്മഹത്യാ പ്രവണതകളിലേക്കൊക്കെ തള്ളയിടപ്പെട്ട മക്കൾ ഇതിനകത്തുണ്ട്. കർത്താവേ, നിന്റെ മുറിവേറ്റ കരം വെക്കണമേ. ഈ മക്കൾക്ക് വേണ്ട സൗഖ്യം നൽകണമേ. ഈശോയെ, ഈശോയെ, സൗഖ്യം നൽകണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. സൗഖ്യമായവ ഒഴുകിയിറങ്ങട്ടെ. ഹല്ലേലൂയ 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 ഈശോയെ, എന്നെ കൈകളിൽ താങ്ങിയവൻ, ലോർഡ്, കഷ്ടത നാളുകളിൽ എന്റെ കർത്താവേ, എന്നെ കൈകളിൽ താങ്ങിയവൻ, ഈശോ, കണ്ണീരിൻ കാലങ്ങളിൽ എന്റെ കണ്ണീർ തുടച്ചവനേ, ഈശോയെ, കണ്ണീരിൻ കാലങ്ങളിൽ എന്റെ കണ്ണീർ തുടച്ചവനേ. ആമേൻ. പിളർന്നൊരു
മുട്ടുകുത്താൻ സാധിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ മുട്ടുമേലായിരിക്കുക. കണ്ണുകൾ തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഏതാനും നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വന്തമാക്കുന്ന ഈ വേളയിൽ വളരെ ശാന്തമായി നമ്മുടെ വേദനകൾ ഈശോയോട് പറയാം. എന്തെല്ലാം നിനക്ക് പറയാനുണ്ടോ, ഒരു കൂടപ്പിറപ്പിനോടോ ഒരു കൂട്ടുകാരനോടോ നീ എല്ലാം തുറന്ന് സംസാരിക്കില്ലേ? നീ എല്ലാം പങ്കുവെക്കില്ലേ? നിന്റെ ഇഷ്ടങ്ങള്, നിന്റെ ആഗ്രഹങ്ങള്, നിന്റെ പദ്ധതികള്, നിന്റെ സ്വപ്നങ്ങള് എല്ലാം നീ പറയില്ലേ, പങ്കുവെക്കില്ലേ? അതുപോലെ നിന്റെ എല്ലാ സ്വപ്നങ്ങളും, നിന്റെ എല്ലാ വേദനകളും, നിന്റെ എല്ലാ സ്വകാര്യതകളും നീ കർത്താവിനോട് പറ. തമ്പുരാനെ, ഒത്തിരി മുറിവേറ്റ മനസ്സുമായ ഞാൻ കഴിയുന്നത്. ഇന്നുവരെ സന്തോഷം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എവിടെ ചെന്ന് തൊട്ടാലും നഷ്ടങ്ങളും പരാജയങ്ങളും മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. സ്വപ്നം കണ്ടതൊന്നും കയ്യെത്തിപ്പിടിക്കാൻ പറ്റാതെ പോയ ജീവിതമാണ് എൻ്റേത്. സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ പാതി വഴിക്ക് താറുമാറായ ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് ഞാനെന്ന്. എന്തേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പലവട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തേ എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെയായി എന്ന് ദൈവമേ ഉള്ളുരുകി ഞാൻ ഇന്നലകളിൽ നിന്നോട് ചോദിച്ചിട്ടില്ലേ? കർത്താവേ, എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് നീ ഒരു ഉത്തരം തരാൻ പറ. കർത്താവേ, എൻ്റെ കണ്ണുനീരിന് നീ ഒരു പരിഹാരം തരാൻ പറ. പറ്റണില്ല കർത്താവേ, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. അതുപോലെ ചങ്കുലയ്ക്കുന്ന ജീവിതത്തിന്റെ അനുഭവമാണ് ഞാൻ പേറുന്നത്. അതുപോലെ തകർക്കപ്പെടുന്ന ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു. ഈശോയെ, നിനക്ക് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നിനക്ക് മാത്രമേ എന്നെ സുഖപ്പെടുത്താൻ പറ്റൂ. നിനക്ക് മാത്രമേ എൻ്റെ ജീവിതത്തെ കൈപിടിച്ചുയർത്താൻ പറ്റൂ. കർത്താവേ, ഈ നിമിഷങ്ങളിൽ നിന്റെ വലിയ സ്നേഹം ഞങ്ങളുടെ മേൽ ഇപ്പോൾ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കും. നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ മുറിവേറ്റ അനുഭവങ്ങളുണ്ടല്ലോ. ആരുമൂലമാണ് മക്കളെ മുറിവേൽക്കേണ്ടി വന്നത്? ആരൊക്കെയാണ് നിന്നെ മുറിപ്പെടുത്തിയത്? ആരൊക്കെയാണ് നിന്നെ വേദനിപ്പിച്ചത്? ആരൊക്കെയാണ് നിന്നെ തള്ളിക്കളഞ്ഞത്, വഞ്ചിച്ചത്, ചതിച്ചത്? എല്ലാ വചസ്സുകൾ നിനക്കെതിരെ പറഞ്ഞു വരുത്തിയത് അവരെല്ലാം ദൈവസന്നിധിയിലേക്കൊന്ന് ഉയർത്തിക്കുക. അവരൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവ് അതല്ലേ പറഞ്ഞത്, നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി. കർത്താവ് എന്നാ പറഞ്ഞേ? പ്രാർത്ഥിക്കാനല്ലേ പറഞ്ഞേ? അവരനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനാ പറഞ്ഞേ. ഈശോയെ, ഇന്നോളം വേദനിപ്പിച്ചവരെ ഇതാ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. കർത്താവ്, നീ അനുഗ്രഹിക്കണമേ. ആ മക്കളെ കൂടി ഇന്നോളം ഞങ്ങളെ വേദനിപ്പിച്ചവര്, പലവിധ കാരണങ്ങൾ പറഞ്ഞും ചെയ്തുമൊക്കെ ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചവര്, വേദനിപ്പിച്ചവര്, മുറിപ്പെടുത്തിയവർ ഒത്തിരി ഉണ്ട്. ഈശോയെ, എല്ലാവരെയും നിന്റെ നാമത്തിൽ ഇതാ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വലിയ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ ഞങ്ങളിൽ നിന്നും അത് അവരിലേക്ക് സ്നേഹമായി തന്നെ ഒഴുകിയിറങ്ങുമല്ലോ. ക്ഷമയായും കൃപയായും അനുഗ്രഹമായൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിന്റെ സ്നേഹം കർത്താവേ, അവരിലേക്ക് ഞങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങാൻ നീ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുമ്പോൾ മക്കളെ, നമുക്ക് വേണ്ട സൗഖ്യം ഈശോയിൽ നിന്ന് ചോദിക്കുക. നമ്മളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈശോയുടെ അത്ഭുത സൗഖ്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്ന സമയമാണിത്. കർത്താവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. മുറിവേറ്റു പീഡയും ഹൃദയത്തിൽ ശാന്തി പകരാനിൻ നാഥ വരുമോ? ഉള്ളം തകർന്നു ഞാൻ തേങ്ങിയിടവേ, മിഴിനീരുമായ്ക്കാൻ നീ വരുമോ? ഈശോ,
ഉള്ളം തകർന്നു ഞാൻ തേങ്ങിയിടവേ ഈശോയേ മിഴിനീരുമായ്ക്കാൻ നീ വരുമോ? മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനിൻ നാഥ വരുമോ? കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. മക്കളെ, ഈശോ നിന്നെ ആശീർവദിക്കുമ്പോൾ ഏത് വിഷയത്തിലാണ് കർത്താവിൻ്റെ ഒരു ആശീർവാദം നീ ആഗ്രഹിക്കുന്നത്? ഏത് പ്രശ്നത്തിലാണ് കർത്താവിൻ്റെ ഒരു സ്പർശനം നീ ആഗ്രഹിക്കുന്നത്? നിന്റെ കുടുംബത്തിൽ ആരുടെയൊക്കെ ജീവിതത്തിലാണ് ദൈവം ഇടപെടണമെന്ന് നീ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? അവരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. ഈശോയേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ